നമസ്കാരം. മലയാളികൾക്കിടയിൽ സാധാരണയായി പറഞ്ഞു കേൾക്കുന്ന വാക്കുകളാണ് കൂലിപ്പണിയെന്നും കൂലിപ്പണിക്കാരൻ എന്നൊക്കെയുള്ള വാക്കുകൾ. എന്തുകൊണ്ടോ ഇതൊരല്പം കുറഞ്ഞ ജോലിയാണ് എന്നുള്ളൊരു ധാരണ സമൂഹത്തിലും ഈ ജോലി ചെയ്യുന്നവരുടെ ഇടയിലും വന്നുപെട്ടു. അതിൻ്റെ ഒരു ഫലമായി നാം കാണുന്നതാണ് നമ്മുടെ കേരളത്തിലെ കൂലിപ്പണി എന്നുള്ളൊരു മേഖല അന്യസംസ്ഥാന തൊഴിലാളികൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതേ മലയാളികൾ തന്നെ യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫ് നാടുകളിലും ഒക്കെ പോയി ഇത്തരത്തിലുള്ള ജോലികൾ മാന്യതയോടുകൂടി ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് 1-2 മാസം അവധിക്ക് നാട്ടിൽ വന്ന് പരോളിൽ ഇറങ്ങുന്നത് പോലെ അവധിക്ക് നാട്ടിൽ വന്ന് തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയും ചെയ്യുന്നു. എല്ലാവരും കൂലിപ്പണിക്കാരാണ്, എല്ലാവരും ജോലി ചെയ്യുന്നത് കൂലിക്ക് വേണ്ടിയാണ്. പക്ഷേ ചെയ്യുന്ന ജോലിക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും മാന്യമായ രീതിയിൽ ജീവിച്ചു പോകത്തക്ക രീതിയിലുള്ള മിനിമം വേതനവും ലഭിക്കുക എന്നുള്ളതാണ് ഒരു ആരോഗ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരു ലക്ഷണമായി ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ളൊരു മിനിമം വേതനം കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് മണിക്കൂറിന് $40-50 ഒരു ജോലിക്കാരനെ വിളിച്ചാൽ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് എന്നെപ്പോലെയുള്ള സാധാരണ മലയാളികൾ വീട്ടിലെ മിക്ക ജോലികളും തന്നെത്താനെ ചെയ്യാറാണ് പതിവ്. തന്നെയല്ല, മലയാളിക്കുള്ളൊരു സ്വഭാവമാണ് ഓരോ ഡോളർ കൊടുക്കുന്നതും നാട്ടിലെ രൂപയുമായി താരതമ്യം ചെയ്ത് നോക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലെയൊക്കെ പണികൾ ചെയ്യുക എന്ന് പറയുന്ന പറമ്പിൽ ഇറങ്ങി നിന്ന് നമ്മൾ ചെയ്യുന്ന ജോലികളാണ്. ഇവിടെ അങ്ങനെ വലിയ പറമ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡും എന്ന് പറയുന്ന കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇവിടെ സാധാരണ ചെയ്യുന്ന ജോലികളാണ് പുല്ല് വെട്ടുകയും ലാൻഡ്സ്കേപ്പിംഗ്, പുല്ല് ലെവൽ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ. ഇങ്ങനെയൊക്കെ ഇവിടെ ഞാൻ മാന്യമായി ചെയ്യുന്ന ചില കൂലിപ്പണികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അത് മാത്രമല്ല, ഇവിടെ ഫോൾ സീസൺ കഴിഞ്ഞ് വിൻ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഇവിടെ ചെയ്യുന്ന ചില ജോലികളൊക്കെ ഉണ്ട്. ആ ജോലിക്ക് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിയുള്ളൊരു ചെറിയ വീഡിയോ ആണ്. വളരെ ഇൻഫോർമലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചെറിയ ഷെഡിനകത്താണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പണിയായുധങ്ങളൊക്കെ നമുക്ക് സ്നോ വാരുന്നതിനുള്ള സാധനങ്ങളും പിന്നെ സമ്മർ സമയത്ത് കൃഷി ചെയ്യുന്നതിനുള്ള സാധനങ്ങളും പുല്ല് വെട്ടുന്നതിനുള്ള സംഗതികളൊക്കെ ഈ ചെറിയ ഷെഡിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷീനാണ് ഞാൻ ഇവിടെ പുല്ല് വെട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലെ പെട്രോളാണ്, ഇവിടെ ഗ്യാസ് എന്ന് പറയും. അതിൻ്റെ കൂടെ ഒരു ഓയിലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചാണ് ഇത് വെട്ടുന്നത്. പിന്നെ എഡ്ജ് ചെയ്യുന്നതിനുള്ള വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കാണിക്കാം. ഇവിടെ കുറച്ച് കോമ്പൗണ്ടേ ഉള്ളൂ വീടിന്. ഞാൻ ഒരു സീസണിലേക്ക്, അതായത് സമ്മർ സീസണിലേക്ക് ഒരു 4-5 മാസത്തേക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് പുല്ല് വെട്ടുന്നതിനൊക്കെ ഒരു $1200 $1300 ഒരു സീസണിൽ അവർ ആവശ്യപ്പെട്ടത്. കുറച്ച് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ പുല്ല് വെട്ടാം എന്ന് തീരുമാനിച്ചു. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ ഫോൾ സീസൺ കഴിഞ്ഞ് വിൻ്റർ തുടങ്ങുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഫോൾ സീസണിൻ്റെ സമയത്താണ് ഈ മരത്തിലെ ഇലയെല്ലാം താഴോട്ട് വീഴുന്നത്. അങ്ങനെ ഇലയെല്ലാം വീണ് കിടക്കുകയാണ്. ആദ്യം നമുക്ക് ഈ ലോണിൻ്റെ മണ്ടേന്ന്, പുല്ലിൻ്റെ മണ്ടേന്ന് ഈ ഇലയെല്ലാം ഒന്ന് മാറ്റണം. ഈ ഇല കളയുന്നതിന് ലീഫ് ബ്ലോവർ എന്ന് പറഞ്ഞ ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്, ലീഫ് ബ്ലോവർ. അപ്പം ഇതിന് കൂടെ കേബിളും കൂടാണ് വരുന്നത്. പക്ഷേ അത് ഞാൻ കേബിൾ കൂടെ ഉള്ളത് മേടിച്ചത് ഇവിടെ നമുക്ക് വെളിയിൽ ഒരു പവർ ഔട്ട്ലെറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് കുത്തിയിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ കേബിൾ ഇല്ലാതെ ബാറ്ററി ചാർജ് ചെയ്തിട്ട് ബാറ്ററി ഇതിൽ അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന തരത്തിലുള്ളതുകൊണ്ട്. ഇനി നമുക്ക് പുല്ല് വെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പുല്ല് എത്ര ലെവലിൽ വെട്ടണമെന്നുള്ളത് ഇവിടെ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ നാട്ടിലെ ജനറേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്ന പുല്ല് വന്ന് സ്റ്റോർ ആകുന്ന ഇതിനകത്താണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ ബാഗ് ഊരിയിട്ട് നമ്മൾ ഇതെടുത്ത് ഇത് നമുക്ക് ഈ ബാഗ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഗാർബേജ് ബാഗിനകത്തോട്ട് മാറ്റാം. ഇനി ഈ പുല്ല് വെട്ടുന്നതിന് ഒരു ഭംഗി വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് ചെയ്യുന്നതാണ്. അതിന് ഈ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. ബാറ്ററി വെച്ച് ഉപയോഗിക്കുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ചാർജ് ചെയ്യാവുന്ന ബാറ്ററിയാണ്. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ അറ്റത്തുള്ള ഈ നൂല്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ പുല്ല് കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് ചുറ്റി വെക്കാവുന്നതാണ്. ഈ ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ന്യൂയോർക്ക് സിറ്റി കഴിഞ്ഞിട്ട് വരുന്ന ഏരിയ, ലോങ് ഐലൻഡ് എന്നൊക്കെ പറയുന്ന ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല പച്ചപ്പാണ്. സമ്മർ സമയത്ത് നല്ല മരങ്ങളും ഒക്കെ ഉള്ള നല്ല പച്ചപ്പായിട്ടുള്ള ഏരിയയാണ്.
അപ്പം ഈ ഫോൾ കഴിഞ്ഞ് വിൻ്ററിലോട്ട് കയറുന്നതിന് മുമ്പ് ഈ മരങ്ങളൊക്കെ വെട്ടി നിർത്തേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വിൻ്റർ സമയത്ത് ഈ സ്നോ സ്റ്റോം ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ മരങ്ങളൊക്കെ വെട്ടി നിർത്തി ലൈൻ കമ്പിയിലോട്ടും അപ്പുറത്തെ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് കിടക്കുന്ന മരങ്ങളൊക്കെ വെട്ടി നിർത്തേണ്ടതായിട്ടുണ്ട്. അതിനുപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ തോട്ടി വെച്ചൊക്കെ വലിച്ചിടുന്നതിന് പകരം ഇവിടെ ഒരു ഇലക്ട്രിക് പോൾ ഷോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പം നമ്മളത് കേബിൾ കുത്തിയിട്ട്, പവർ കേബിൾ കുത്തിയിട്ട് അത് വെച്ച് നമുക്ക് മരത്തിൻ്റെ ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്തിടാം. ഇത് നമ്മൾ ഫോൾ സമയത്ത് ഇവിടെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ വീട്ടിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് ഇപ്പോൾ മരം വെട്ടുന്നതും പുല്ല് വെട്ടുന്നതും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഗാർബേജും ഒക്കെ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രത്യേക ഗാർബേജ് ബിന്നിനകത്താക്കി നമ്മൾ റോഡ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാനിറ്റൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ട്രക്ക് വന്ന് അവരത് എടുത്തുകൊണ്ട് പോകും. ഓരോ ദിവസവും ഇടവിട്ട് സാനിറ്റൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ട്രക്കുകൾ റെഗുലറായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ ഗാർബേജുകളുണ്ടെങ്കിൽ അത് വെക്കാം. എന്തെങ്കിലും പ്ലാസ്റ്റിക് ഒക്കെ വെക്കുന്നതിന് നമ്മൾ പ്രത്യേകം തരം തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് അത് പ്രത്യേക ട്രക്കുകളിൽ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. അത് മാത്രമല്ല, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പണി നടക്കുകയാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് ഒരു ഫർണിച്ചറൊക്കെ കളയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞാൽ സ്പെഷ്യൽ പിക്കപ്പായിട്ട് അവർ ട്രക്കും കൊണ്ട് വന്ന് അത് എടുത്തുകൊണ്ട് പൊക്കോളും. അതിന് നമ്മൾ പ്രത്യേകിച്ച് പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ആളുകൾ കൊടുക്കുന്ന ടാക്സിൻ്റെ പൈസയും കൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ സ്ട്രീറ്റുകളും വീടുകളും ഒക്കെ ഇത്ര വൃത്തിയായിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ സാനിറ്റൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഗാർബേജ് പിക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല, ചില ദിവസങ്ങളിൽ അവരുടെ ഒരു പ്രത്യേക ട്രക്ക് വന്ന് ഇവിടുത്തെ റോഡുകളൊക്കെ തൂത്ത് വൃത്തിയാക്കി പോകുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെ തൂത്ത് വൃത്തിയാക്കി പോയി പിന്നെ ഗാർബേജുകൾ ഇങ്ങനെ റെഗുലറായിട്ട് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് ന്യൂയോർക്കിലെ സ്ട്രീറ്റുകളും വീടുകളും ഒക്കെ ഇത്ര വൃത്തിയായിട്ടും റോഡ് സൈഡിലൊന്നും ചപ്പും ചവറും ഒന്നും കിടക്കാതെയൊക്കെ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ സാനിറ്റൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ചെയ്യാനുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒന്ന് വാഷ് ചെയ്തൊന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. സമ്മർ സമയത്ത് ഒത്തിരി പൊടിയും പായലും ഒക്കെ പിടിച്ച് ഇവിടെയൊക്കെ ഒന്ന് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് ഒരു പവർ വാഷറുണ്ട് എൻ്റെ കയ്യിൽ. ഈ സാധനം വെച്ച് ഒന്ന് വാഷ് ചെയ്തൊന്ന് വൃത്തിയാക്കി കൂടെ കഴിഞ്ഞാൽ ഏകദേശം ഫോൾ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഞാൻ പതിവായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം സുഖമാണ് എന്നുള്ളത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ പോയാലും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളുമുണ്ട്. നാട്ടിൽ നമുക്ക് സഹായം കിട്ടിയിരുന്ന പല ജോലികളും, വെളിയിൽ നിന്ന് ആളെ വിളിച്ച് നമ്മൾ ചെയ്യിപ്പിക്കാൻ പറ്റിയിരുന്ന പല ജോലികളും ഇവിടെ വന്ന് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു മണിക്കൂറിന് ഇവിടെ കൊടുക്കുന്ന വേതനം, ഒരു മണിക്കൂറിന് ഇവിടെ കൊടുക്കുന്ന കൂലി വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുമായിരുന്നു ഇവിടുത്തെ ഒരു ജോലി സാധ്യതയെപ്പറ്റി. ഡോഗ് വാക്കർ എന്നുള്ളൊരു ജോലി. പ്രായമായിട്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ വീട്ടിലെ പട്ടികളെയും കൊണ്ട് നടക്കാൻ കൊണ്ടുപോകുന്നതിന് ഒരു മണിക്കൂറിന് $40 മുതൽ മുകളിലോട്ടാണ് അതിൻ്റെ കൂലി എന്ന് പറഞ്ഞു. ഇവിടുത്തെ പല മലയാളികളും ആ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുമുണ്ട്. ഇവിടെ നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിംഗ് പോലുള്ള ജോലികൾ കൂടുതലും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മെക്സിക്കൻസ് ആയിട്ടുള്ള ആളുകളാണ്. കൂടുതൽ പേരും അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ആളുകളുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ്. പക്ഷേ നമ്മൾ തന്നെത്താനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പണം ലാഭിക്കുന്നതിന് സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ പോയാലും ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം ജീവിക്കാൻ പറ്റും. കേരളത്തിൽ മേലനങ്ങി പണി ചെയ്യാതിരുന്ന എന്നെപ്പോലെയുള്ള പല ആളുകളും ഗൾഫ് നാടുകളിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയി നല്ലവണ്ണം ജോലി ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പണിയെടുത്താൽ എവിടെയാണെങ്കിലും ജീവിക്കാം. അത് അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും. മറ്റൊരു വീഡിയോയുമായി എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ബൈ.